കലോത്സവത്തിൽ അഴിമതി എന്ന ആരോപണത്തിൽ പ്രതിഷേധവുമായി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. അപ്പീലുകൾ പരിഗണിച്ചില്ലെന്നാണ് ആരോപണം. സർക്കാർ സ്കൂളുകളിലെ അപ്പീൽ പരിഗണിക്കുന്നില്ലെന്നും പ്രൈവറ്റ് സ്കൂളുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുവെന്നും ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികൾ DDO ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. സുനിഷ അയിലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, മറ്റ് സ്കൂളുകളിൽ നോ ഗ്രേഡ് നൽകിയ ഐറ്റത്തിന് പോലും അപ്പീൽ നൽകുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തുന്നത്? ആര്യ, നിലവിലിതാ DDO ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങാൻ ഇനി 3 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ആ സമയത്ത് പോലും ഇപ്പോൾ അപ്പീലുകളിൽ ഈ ഒരു വ്യത്യസ്ത നിലപാട് ഈ സ്കൂളുകളോട് കാണിക്കുന്നു എന്നതാണ് പ്രധാനമായ ആരോപണമായി ഉയരുന്നത്. ഇത് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവരും അപ്പീലിന് നൽകിയിരുന്നു, പക്ഷെ അതൊന്നും തന്നെ പരിഗണനയിൽപ്പെടുത്തിയിട്ടില്ല. അതേസമയം തന്നെ 5ാം സ്ഥാനത്തുള്ളവരെ അടക്കം അപ്പീലിൽ പരിഗണിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രതിഷേധിക്കാനുള്ള കാരണം എന്താണ്? ഇന്നാണ് അപ്പീൽ പബ്ലിഷ് ചെയ്തത്. ഞങ്ങളുടെ സ്കൂളിന് ഒരു അപ്പീൽ പോലും പാസ്സാക്കിയിട്ടില്ല. ഇവിടെ 0 ഗ്രേഡ് ഉൾപ്പെടെ 5ാം സ്ഥാനം 4ാം സ്ഥാനം ഒരുപാട് മാർക്കിന്റെ വ്യത്യാസമുള്ള സ്കൂളുകളെ ഉൾപ്പെടെ അപ്പീലിന് പരിഗണിച്ചിട്ടുണ്ട്. കുച്ചിപ്പുടി, കേരള നടനം തുടങ്ങിയ ഡാൻസ് ഐറ്റംസിന് 5 വെച്ചും പിന്നെ കേരള നടനം അങ്ങനെയൊക്കെ ഉള്ളതിന് 4ഉം 3, മോഹിനിയാട്ടത്തിനൊക്കെ 3ഉം 4ഉം അപ്പീൽ വെച്ചും കൊടുത്തിരിക്കുകയാണ്. അത് 0 ഗ്രേഡ് അടക്കമാണ്. ഇവിടെ നിന്ന് ആകെ കൊടുത്തത് 213 അപ്പീലുകളാണ്. അതിൽ 33 എണ്ണം പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ 21 എണ്ണവും ഈ പറഞ്ഞ ഡാൻസ് ഐറ്റംസിനാണ്. അതും കുച്ചിപ്പുടി 5 എണ്ണം, മറ്റത് 10 എണ്ണം എന്ന് തുടങ്ങി 21 എണ്ണം ഉണ്ട് അവർക്ക്. പട്ടം സ്കൂൾ ഏതിനൊക്കെയാണ് അപ്പീൽ കൊടുത്തത്? പട്ടം സ്കൂള് 4 ഗ്രൂപ്പ് ഐറ്റംസിനും 2 ഇൻഡിവിജ്വലിനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് ആണെങ്കിൽ നാടകം, വഞ്ചിപ്പാട്ട്, ഒപ്പന, ചെണ്ടയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ സ്റ്റേജിൽ വെച്ച് തന്നെ വിധികർത്താക്കൾ വിധി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ചതാണ്. പക്ഷേ അവിടെ പോയി അടി ഉണ്ടാക്കില്ല. എന്തുകൊണ്ട്? അവിടെ പോയി പ്രതികരിച്ചിട്ടും കാര്യമില്ല. അപ്പീൽ കൊടുക്കാം, അവിടെ ന്യായം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷേ സംസാരിക്കാതിരുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇവിടെയും ചതിയാണ് നടക്കുന്നത്. ഞങ്ങൾ വേറെ എന്ത് ചെയ്യും? ഇത് ചതിയാണെന്നുള്ളതിന് എല്ലാ തെളിവും ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏതൊരാൾക്കും മനസ്സിലാവും. ഇപ്പൊ പട്ടം സ്കൂളിൽ നിങ്ങൾ കൊടുത്ത ഈ ഐറ്റംസിനെല്ലാം 2nd ഗ്രേഡ് ആണോ? നിങ്ങൾക്ക് എങ്ങനെയാണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന ഐറ്റംസിൽ ഒരെണ്ണത്തിന് മാത്രം 3rd ബാക്കി എല്ലാത്തിനും 2nd ആണ്. 3rd 2nd എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ വഞ്ചിപ്പാട്ടിന് 1 മാർക്കിന്റെ വ്യത്യാസം, 6 മാർക്കിന്റെ വ്യത്യാസമുള്ള നാടകം, അങ്ങനെയൊക്കെ വളരെ വളരെ കുറച്ച് പോയിന്റ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പോയിന്റിന്റെ വ്യത്യാസം മാത്രമല്ല, നമ്മൾ കുറെ പ്രൂഫ് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാ ഐറ്റംസും വീഡിയോ എടുക്കുന്നുണ്ട്, അതുപോലെ CD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെക്ക് ചെയ്യാതെ, ഒരു ഹിയറിംഗ് പോലും വെക്കാതെയാണ് ഇവർ ഈ അപ്പീൽ പ്രസിദ്ധീകരിച്ച് കൊടുത്ത 6 ഐറ്റംസിനും ഇപ്പൊ ജില്ലയിലെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പീലിലെ പരിഗണിച്ചിട്ടില്ല? ഇല്ല, ഒരു അപ്പീൽ പോലും ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾ കഴിവുള്ളത് കൊണ്ട് മാത്രമാണ്, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ആ സ്റ്റേറ്റിൽ പോയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ബീറ്റ് ചെയ്ത്, ഇവിടെ പോയി ടീമിനെക്കാട്ടിലും ബീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് A ഗ്രേഡ് ലഭിക്കാനുള്ള എല്ലാ കഴിവുമുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫസ്റ്റ് കിട്ടിയ ടീമുകാരെ ഞങ്ങൾ ബീറ്റ് ചെയ്യും. അത് പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് 0 ഗ്രേഡ് ഉള്ളവരെ അടക്കം ഇപ്പോൾ അപ്പീലിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ, ഹയർ സെക്കൻഡറി വിഭാഗം ഗ്രൂപ്പ് ഡാൻസിന് 0 ഗ്രേഡ് ഉള്ള ഒരു ടീമിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യം 0 ഗ്രേഡ് ഉള്ള, അതുപോലെ കുച്ചിപ്പുടി ഹൈസ്കൂൾ വിഭാഗത്തില് 5ാം സ്ഥാനം എന്നുള്ള ഒരു കുട്ടിക്ക് അപ്പീൽ നൽകാൻ വേണ്ടിയിട്ട് 2, 3, 4 സ്ഥാനങ്ങളുള്ളക്കാർക്ക് അപ്പീൽ നൽകിയിട്ടുണ്ട്. അത് അപ്പൊ അങ്ങനെ നൽകുമ്പോൾ ഞങ്ങൾ 2ാം സ്ഥാനത്തിൽ 1 മാർക്ക് ഡിഫറൻസും 2ാം സ്ഥാനത്തിൽ 6 മാർക്ക് ഡിഫറൻസും ഉള്ള ഐറ്റങ്ങളുണ്ട്. അതിനെന്തിനാ അപ്പീൽ നൽകാത്തത്? അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് റദ്ദാക്കണം. പറഞ്ഞോ, ഈ ബന്ധപ്പെട്ടവരോട് ഇത് പറഞ്ഞിരുന്നു? ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഞങ്ങൾ ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞിട്ട് ഇത് അറിഞ്ഞിട്ട് ഉടനെ വന്നതാ. DD ഇവിടെ ഇല്ല. ഞങ്ങൾ എത്ര സമയമായാലും DDയെ കണ്ടിട്ട് എന്താണ് ഇതെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ പോവുള്ളൂ. ഇത് പ്രതിഷേധവുമായി പോകാനായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ ഇവിടെ ഇരിക്കുക തന്നെ ചെയ്യും. ഇതാണ് അതും കളഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നാളെ പരീക്ഷയ്ക്കും പോകുന്നില്ല. നാളെ 10 മണിക്ക് നമ്മളിവിടെ വരും. കറക്റ്റ് 10 മണിക്ക് 5 മണി വരെ. ഇന്ന് വന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ വരിക തന്നെ ചെയ്യും വീണ്ടും. അതാണ് ഏതായാലും പ്രതിഷേധവുമായി പോകുമെന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ അപ്പീൽ കൊടുത്ത് കിട്ടാത്ത കുട്ടികൾ മാത്രമല്ല, സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയ കുട്ടികൾ അടക്കമുണ്ട്. ഇവർ പറയുന്നത് ഇനി ഈ അപ്പീൽ റദ്ദാക്കിയില്ല എങ്കിൽ ആ കുട്ടികളടക്കം ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്താണ് കലോത്സവം നടക്കുന്നത്. ഇവരുടെ സ്കൂളുകളടക്കം കലോത്സവ വേദിയുമാണ്. അവിടെയാണ് ഇവർ ഇത്തരത്തിൽ 2nd ഗ്രേഡ് അടക്കം വാങ്ങിക്കൊണ്ട് അപ്പീൽ നൽകുന്നത്. പക്ഷേ ഇവർ നൽകിയ അപ്പീൽ മാത്രം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായി ഉയരുന്നത്. അതേസമയം ഒരുപക്ഷെ
പരിഗണിച്ചില്ല എങ്കിൽ പോലും കൃത്യമായി എന്തുകൊണ്ട് എന്നുള്ളൊരു കാരണം പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപവും. ഈ പറഞ്ഞതുപോലെ 5ാം സ്ഥാനം കിട്ടിയ കുട്ടിയെ പോലും ഈ കുച്ചിപ്പുടി പോലുള്ള നൃത്ത ഐറ്റമുകളിൽ പങ്കെടുപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരെ ഒന്നും തന്നെ 2ാം സ്ഥാനം കിട്ടിയ കുട്ടികളെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ നെയ്യാറ്റിൻകരയിലെ ഈ കലോത്സവ വേദിയിലടക്കം നമ്മൾ കണ്ടൊരു കാഴ്ച ഈ മാർക്കിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജഡ്ജസിന്റെ ചില വിഷയങ്ങളായിരുന്നു. അതായിരുന്നു പ്രതിഷേധത്തിലേക്ക് അടക്കം കടന്നത്. അത് തന്നെയാണ് ഇപ്പോൾ അപ്പീലിലും പറയുന്നത്. ഈ DD-മാരാണ് പ്രധാനമായും ഈ അപ്പീലിലെ ജൂറിമാരെ തെരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ ജൂറിമാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ പോയിന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്പീലിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധവും ശക്തമായി ഉയരുന്നത്. ഒരുപക്ഷെ കാണാം, ഇപ്പോൾ പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് DD ഓഫീസിന് മുന്നിൽ ഈ ഉച്ച മുതൽ ഇവിടെ ഉപരോധിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നത് മുതൽ ഉപരോധിക്കുകയാണ്. ഇവർ പറയുന്നത് വെച്ച് ഈ കലോത്സവത്തിൽ കൃത്യമായി ഇതിൽ DD ഓഫീസിലെ അധികൃതർ ആരും കുട്ടികളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. കുട്ടികൾ പരാതി നൽകിയിട്ടുണ്ടോ? ആര്യ, നിലവിൽ ഏതായാലും ഇവർ പറയുന്നത് വെച്ച് ഇവർ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ലിസ്റ്റ് അറിയുന്നത്. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഉടനെ തന്നെ DD ഓഫീസിലേക്ക് പരാതി അറിയിക്കാനായിട്ടായിരുന്നു വന്നത്. പക്ഷേ ഓഫീസിൽ നമ്മളും ബന്ധപ്പെട്ടിരുന്നു. DD ഇവിടെ ഇല്ല, 5 മണിക്ക് ശേഷം എത്തുമെന്നതാണ് നമ്മളോടും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ DD-യോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നിലവിൽ നമ്മൾ ആരോടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഡയറക്റ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പീൽ റിസൾട്ട് വന്ന ഉടനെ നോക്കിയപ്പോൾ ഞങ്ങളെ സ്കൂളിൽ ഒരു ഐറ്റം പോലും അനുവദിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഒരു പൊതുവിദ്യാഭ്യാസ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് അപ്പീൽ അനുവദിച്ചിട്ടില്ല. കൂടുതലും കിട്ടിയിരിക്കുന്ന ഈ പ്രൈവറ്റും അൺഎയ്ഡഡും എയ്ഡഡ് സ്കൂളുകൾക്ക്. ഞങ്ങൾ എന്തിനാ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നത്? ഞങ്ങളെ കഴിവ് തെളിയിക്കണ്ടേ സ്റ്റേറ്റിൽ പോയിട്ട്? ഇതാണ് ആര്യ, ഇതാണ് ഇവരുടെ പ്രശ്നം. ആരോടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതായാലും DD 5 മണിയോടുകൂടി വരുമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവരോട് സംസാരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഇതേ രീതിയിൽ ഒരു പ്രതിഷേധവുമായി പോകുമെന്നാണ്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നൊരു കാര്യം കൂടി അറിയിക്കണമെന്നാണ്. ഈ പറയുന്നത് പോലെ 5ാം സ്ഥാനത്തുള്ള കുട്ടി എത്തുമ്പോൾ എന്തുകൊണ്ട് 2ാം സ്ഥാനത്തുള്ള ഇവരെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആരോപണം ഉയരുന്നൊരു പശ്ചാത്തലവും ഉണ്ടാകുന്നത്. കാരണം ഗവൺമെന്റ് സ്കൂളുകളെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടുണ്ടോ അല്ലെങ്കിൽ ഇവരോട് പ്രത്യേക നിലപാടുണ്ടോ എന്നതടക്കമുള്ള സംശയം കുട്ടികളിലേക്ക് ജനിപ്പിക്കുന്നത് ഇത്തരമൊരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് ബന്ധപ്പെട്ടവർ അതിൽ മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവർ പല കാര്യങ്ങളുമാണ് കരുതി വെക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ സ്കൂളിനോട് മാത്രം പ്രത്യേകമായ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ കുട്ടികൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ളൊരു കാരണവും. ഏതായാലും DD വന്ന് ഇതിൽ സംസാരിക്കുമെന്നുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ അതായത് സെലക്ഷൻ കിട്ടിയ ആളുകളുണ്ടോ? ഇവർ രണ്ടുപേരും സംസ്ഥാന തലത്തിൽ സെലക്ഷൻ കിട്ടിയ ആളുകളാണ്. പക്ഷേ മൈമോ ഉണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് എൻട്രി കിട്ടിയ കുട്ടികളാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഇവർക്കില്ലെങ്കിൽ ഞങ്ങൾക്കും ഇല്ല. 20% അപ്പീല് പാസ്സാക്കാമെന്ന് ഉണ്ട്, റൂളുണ്ട്. അതുപോലും പാസ്സാക്കാതെ വെറും 15% മാത്രമാണ് ഈ അപ്പീൽ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയെങ്കിലും ഇവരില്ലെങ്കിൽ ഞങ്ങളും പോകത്തില്ല. ഇവിടെ സംസ്ഥാന കലോത്സവം നമ്മൾ ട്രിവാൻഡ്രം ജില്ലയെ വെച്ചിട്ടാണ് നടത്തുന്നത്. ട്രിവാൻഡ്രം ജില്ലയിൽ ഇവിടെ ഒരു സംസ്ഥാന കലോത്സവം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാണ് ഒരു കൂട്ടായ ഒരു വിദ്യാലയത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളായി എത്തിയിരിക്കുകയാണ്. കലോത്സവത്തിലേക്ക് പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അപ്പീൽ പരിഗണിക്കുമെന്നതിലപ്പുറം ഇവർ പറയുന്നത് ഈ 5ാം സ്ഥാനത്തുള്ള ആളുകൾ എങ്ങനെ വരുന്നു, നോ ഗ്രേഡ് ഉള്ള ആളുകൾ എങ്ങനെ വരുന്നു, അതിനുള്ള ഉത്തരം ഇതിൽ കിട്ടേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെ ഒരു വ്യക്തമായ ഉത്തരം ബന്ധപ്പെട്ടവർ നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത അത് അത്യാവശ്യമാണ് എന്നതാണ്. ഏതായാലും DD 5 മണിക്കകം എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമെന്ന് കരുതുന്നു. അതിനുശേഷമായിരിക്കും എന്ത് തീരുമാനം എന്നുള്ളത്. ഏതായാലും നിലവിൽ കുട്ടികൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ, ഓക്കെ, നോ ഗ്രേഡ് കിട്ടിയ ഐറ്റം പോലും അപ്പീലിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണവും. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.